അല്ലാഹുമ്മ പടച്ച തമ്പുരാനെ ബിസ്മിക നിന്റെ നാമത്തിൽ അമൂത്തു ഞാൻ മരിക്കാൻ പോവുകയാ. ഉറങ്ങുകയാണെന്ന് പറയാൻ അല്ലാഹു നമ്മോട് പറഞ്ഞില്ലല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഉറക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തന്നത് അല്ലാഹുവേ ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്നല്ല. കണ്ണുകൾ പൂട്ടി കൈകൾ ചേർത്ത് വെച്ച് മരിച്ചിട്ടും മയ്യത്ത് കിടക്കുന്നത് പോലെ എന്റെ വീട്ടിലെ ബെഡിലോട്ട് ഞാൻ കിടക്കാൻ പോവുകയാ. ഞാനിതാ മരിക്കാൻ പോകുന്നു റബ്ബേ. നാളെ നിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലല്ലാതെ ഈ പൂട്ടിയ കണ്ണ് തുറക്കൂല്ല റബ്ബേ. ഈ അനങ്ങാത്ത കൈ അനങ്ങില്ല റബ്ബേ. ഞാൻ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേക്കില്ല എന്ന് പറഞ്ഞൊരു ദിവസം അവസാനിച്ചില്ലേ. ഉറക്കത്തിൽ കിടന്ന് മരണപ്പെട്ടു പോയവരത്ര. സഹോദര ഉറങ്ങാൻ കിടന്നിട്ട് പാതിരാത്രിയിൽ മുട്ടി വിളിച്ചപ്പോ കണ്ണു തുറക്കാതെ നിദ്രയുടെ ഇടയിൽ നിന്ന് പരലോകയാത്ര ചെയ്തു പോയ എത്രയെത്ര ആളുകൾ. ഈ ഉറക്കമെന്ന് പറഞ്ഞാലും മരണത്തിന്റെ സഹോദരനാണ്. അതൊരു ചെറിയ മരണം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ പോകുമ്പോൾ നമുക്കൊരു ദുആ പഠിപ്പിച്ചു തന്നത്. ഓ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഉറങ്ങുന്ന സമയത്ത് ഏറ്റവും അവസാനം നിങ്ങളൊരു ദുആ ചെയ്തിട്ട് കിടക്കണേ. ആ ദുആ ചെയ്തിട്ട് കിടന്നാൽ ആ ഉറക്കത്തിന് നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങൾ മുഅ്മിനായിട്ടല്ലാതെ മരിക്കുകയില്ല. നിങ്ങളുടെ ഹൃദയം അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകുമ്പോ സ്വർഗം കണ്ടിട്ടില്ലാതെ നിങ്ങൾ മരിക്കുകയില്ല. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ മരണം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ ദുആ നിങ്ങൾ പറഞ്ഞിട്ട് കിടന്നാൽ ആ ഉറക്കത്തിലെങ്ങാനും മരിച്ചുപോയാ സ്വർഗത്തെ നേരിൽ കണ്ടിട്ടില്ലാതെ നിങ്ങൾ മരിക്കുകയില്ല. രാവിലെ മക്കൾ വന്ന് മട്ടി വിളിക്കുമ്പോ ഉമ്മ എഴുന്നേറ്റില്ല, ഉപ്പ എഴുന്നേറ്റില്ല. പക്ഷെ ഉറക്കത്തിന് മരിച്ചപ്പോൾ സ്വർഗം കണ്ടിട്ടാണ് മരിച്ചത്. അങ്ങനെ ഒരു ദുആ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അതും അറിയില്ലേ? അറിയില്ല? പടച്ച റബ്ബേ, ഞാനിപ്പോ ഇതിപ്പോ ആരോടെ വാത് പറയാം? അതൊക്കെ നമ്മുടെ വിഷയത്തിന്റെ ഭാഗമല്ല. ഉറങ്ങുന്ന സമയത്ത് ഏറ്റവും അവസാനം ആയത്ത് കുർസി ഓതണം, മുഅവ്വദത്തൈനി ഓതണം, ഫാത്തിഹ ഓതണം, വുളു എടുത്തിട്ട് കിടക്കണം. അങ്ങനെ ഒത്തിരി മര്യാദ ഉണ്ട്. എന്തുകൊണ്ട്? ഇത് മരിക്കാൻ പോവാ, ഉറങ്ങാൻ പോവല്ല. നാളെ എഴുന്നേറ്റാൽ എഴുന്നേച്ചു, നാളത്തെ പ്രഭാതം കണക്കിലില്ലെങ്കിൽ ആകാശത്തേക്ക് പോയിട്ടുണ്ടാകും. അപ്പൊ അവസാനം കിടക്കാൻ നേരത്തൊരു ദുആ ചെയ്യണം. ആ ദുആ ചെയ്തിട്ട് കിടന്നാൽ മരിച്ചാൽ സ്വർഗം കണ്ടേ മരിക്കും. അതും അറിയില്ല? അറിയാവുന്നവരൊന്ന് കൈവക്കി. ഒന്ന് രണ്ട് കുട്ടികൾക്കും കുറെ ഉസ്താവന്മാർക്ക് അറിയാം. ഉസ്താവന്മാരെ കൈവക്കണ്ട, നിങ്ങൾ അതിന്റെ മാഹിര്യങ്ങളല്ലേ. എന്റെ പൊന്നു മനുഷ്യന്മാരെ, നിങ്ങളിത് പഠിച്ചില്ല? അല്ലാഹു അക്ബർ. എന്നാ റെക്കോർഡ് ചെയ്തോളിയും പഠിച്ചോളി. മൊബൈലെടുത്ത് റെക്കോർഡ് ചെയ്തോളി. അതുകൊണ്ട് നല്ല ഗുണമുണ്ടല്ലോ. അല്ലാഹു അക്ബർ. സഹോദരാ, ഉറങ്ങാൻ നേരത്ത് പറയണേ, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളഹ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. ഷഫീഖെ, ഫോട്ടോ എടുക്കാനല്ലോ റെക്കോർഡ് ചെയ്യാനോ പറഞ്ഞു. ഇത് പഠിക്കാൻ ഫോട്ടോയൊക്കെ പോകും, ഫോട്ടോയിൽ ഇരുന്നവനും പോകും, ഫോട്ടോ എടുത്തവരും പോകും, ഫോട്ടോയിൽ ചിരിച്ചവരും പോകും. ഹലകൽ മുദാവി വൽ മുദാവാ വല്ലദീ ജനബത്തവാഹു വൽ മുസ്തരീ. ഒരു തറവാടിനെയും ഒരു നാടിനെയും കിടുകിടാവറപ്പിച്ച ആളുകൾ അവര് തറവാടിന്റെ ഉമ്മറപ്പടിയിൽ ഫോട്ടോയിൽ ചിരിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അവരെ ശരീരം ആരുടെ മണ്ണിലേക്ക് കടന്നുപോയല്ല. അതുകൊണ്ട് സഹോദരാ, ഏത് സമയത്ത് മരിച്ചാലും ഉറങ്ങാൻ നേരത്തെ ദുആ ചെയ്യണേ. എന്നാലും സ്വർഗം കണ്ടേ മരിക്കൂ. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, അല്ലാഹുവിന്റെ ശരീരത്തെ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് റബ്ബേ. വവജ്ജഹതു വജ്ഹി ഇലൈക, എന്റെ ഈ മുഖം ഞാൻ നിന്നിലേക്ക് തിരിച്ചു വെക്കുകയാണ്. ഉറങ്ങാൻ നേരത്തെ ഇത് പറഞ്ഞേ ഉറങ്ങാവോ. ലോകത്തുള്ള ഏത് പെണ്ണും
പൊളിയുരിഞ്ഞാടിയാലും കാണുന്ന ഈ സീരിയലിന്റെയും സിനിമയുടെയും വിശേഷങ്ങൾ കണ്ടിട്ട് കിടന്നുറങ്ങല്ല പെങ്ങളെ. ഓരോ സിനിമകൾ കണ്ടിട്ട് അവസാനം ഉറങ്ങുന്നവന് മൊബൈലില് സിനിമകൾ ഡൗൺലോഡ് ചെയ്ത് പാതിരാത്രിയിൽ കണ്ടുറങ്ങി പോകുന്നവന് ടിക്ടോക്കുകളിലെ സംവാദവുമായിട്ട് ഉറങ്ങുന്നവള് രാവിലെ കണ്ണ് തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിലുള്ള അവസ്ഥ എന്താ? അതുകൊണ്ട് ഉറക്കം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ഇബാദത്താണ്. ഒന്നുവെടുക്കണേ, ഫാത്തിഹ ഓതണേ, കിടക്കയിലിരിക്കണേ, മുഅവ്വദത്തൈനി പാരായണം ചെയ്യണേ, ആയത്തുൽ കുർസിയും ആമന റസൂലും ഓതണേ. എന്നിട്ട് അവസാന കിടക്കാൻ നേരം തലയിണയിലേക്ക് തല ചേർത്ത് വെക്കുമ്പോ റബ്ബേ കണ്ണടയാൻ പോവുകയാണ്. ഇനി സ്ഥലകാല ബോധങ്ങളില്ല. ഇനി സൂര്യൻ ഉദിച്ചോന്നറിയില്ല, അസ്തമിച്ചാലും ഞാൻ അറിയാൻ പോകുന്നില്ല, വീട്ടില് കള്ളം കേറിയാലും ഞാൻ അറിയില്ല. എന്റെ ഹൃദയം ഉറങ്ങുന്നു റബ്ബേ, എന്റെ കണ്ണടയുന്നു റബ്ബേ, എന്റെ കാല് നിശ്ചലമാകുന്നു റബ്ബേ. പടച്ചവനെ രാവിലത്തെ പ്രമാണം കാണുമോ? നാളത്തെ അരുണോദയം എന്റെ ആയുസ്സിലുണ്ടാകുമോ? എന്റെ ഉപ്പാന്റെ മുഖം ഞാൻ കാണുമോ? എന്റെ മക്കൾ ഉപ്പാന്ന് വിളിച്ചാല് നാളെ മറുപടി പറയാൻ ഞാൻ ഉണ്ടാകുമോ? അറിയില്ലല്ലോ റബ്ബേ. എല്ലാം നീ എന്റെ ഉമ്മാടെ വയറ്റില് ഞാൻ 4 മാസം പ്രായമായപ്പോ തലയിലെഴുതി വെച്ച ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, എന്റെ ശരീരത്തെ നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു റബ്ബേ. വവജ്ജഹ്തു വജ്ഹി ഇലൈക, എന്റെ മുഖത്തെ നിന്നിലേക്ക് ഞാൻ തിരിക്കുന്നു റബ്ബേ. വഅൽജഅതു ളഹരി ഇലൈക, എന്റെ ഈ മുതുകിനെ നിന്നിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു റബ്ബേ. എങ്ങനെയെന്നറിയുമോ? റഗ്ബത്തൻ വറഹ്ബത്തൻ ഇലൈക, ഈ ദ്വാരം മർമ്മമാണിത്. റഗ്ബത്തൻ, പടച്ചവനെ ആഗ്രഹമുണ്ട്, നാളത്തെ പ്രമാണം നീ എനിക്ക് തരുമെന്ന പ്രതീക്ഷയുണ്ട്. വറഹ്ബത്തൻ, അല്ലാഹുവേ നാളെ എണീക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന പേടിയും എന്റെ ഹൃദയത്തിലുണ്ട്. അല്ലാഹുവേ നാളെ കാണുമെന്ന പ്രതീക്ഷ, നാളെ ഇല്ലെന്നുള്ള പേടി, ഇത് രണ്ടും എന്റെ ഹൃദയത്തിന് സമ്മിശ്ര വികാരമായി അലതല്ലുന്നുണ്ട് റബ്ബേ. അതുകൊണ്ട് ലാ മൽജാ വലാ മൻജാ മിൻക, അല്ലാഹുവേ മരണത്തിന്റെ ഉടമസ്ഥനും നീ, ജനനത്തിന്റെ ഉടമസ്ഥനും നീ. അല്ലാഹുവേ ലാ മൽജാ മിൻക വലാ മർജാ മിൻക, നീ അല്ലാതെ എനിക്കൊരു അഭയമില്ല റബ്ബേ, നീ അല്ലാതെ ഒരു പ്രതീക്ഷയില്ല റബ്ബേ. അല്ലാഹുവേ ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, ആമന്തു ബികിതാബികല്ലദീ അൻസൽത, നീ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളെ വിശ്വസിച്ച ഒരു വിശ്വാസിയാണ് ഞാൻ. വബിനബികല്ലദീ അർസൽത, അല്ലാഹുവേ നിന്റെ റിസാലത്തുമായി വന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും കൽബ് കൊണ്ട് വിശ്വസിച്ചവനാണ് ഞാൻ. എന്റെ കണ്ണടക്കാൻ പോകുന്ന റബ്ബേ, നിന്റെ ഇടയിൽ റൂഹ് പിടിച്ചാൽ ആ സ്വർഗം കണ്ട് മരിപ്പിക്കണേ അല്ലാഹ്. നീ ദുആ ചെയ്തിട്ട് വേണം നിങ്ങൾ കിടന്നുറങ്ങാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ദുആ പഠിക്കണം, പഠിക്കൂലേ? അതിനുവേണ്ടി സമയം കളയാനില്ല. ഈ ദുആ ഓരോ പ്രഭാഷണ വേദികളും ഓരോ അറിവുകളാണ്. ചില പഠിക്കൂലേ, റെക്കോർഡ് ചെയ്തില്ലേ? അല്ലെങ്കിൽ ഉസ്താദ്മാരോട് ചോദിച്ചു പഠിക്കുന്നത് അത്ര വലിയ ദുആയൊന്നും അല്ല. എന്റെ പെണ്ണുങ്ങളെ കുക്കറി ഷോ പഠിച്ചാ പോരാ, 2 ദുആ പഠിക്കും. മരിച്ചിട്ട് ഖബറിൽ പോയി കിടക്കണ്ടേ? അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക ووجهت وجهي إليك وفوضت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجأ منك إلا إليك آمنت بكتابك الذي أنزلت وبنبيك الذي أرسلت. അങ്ങനെ കിടന്നുറങ്ങി. അല്ലാഹു നമ്മളെ മരിച്ചാലും സ്വർഗ്ഗം കണ്ട് മരിപ്പിക്കട്ടെ. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.